പ്രിയപ്പെട്ട യൂട്യൂബ് മാർക്ക് എനിക്ക് എൻ്റെ തിരിച്ചുവരവ് ഞാൻ പറയുകയാണ്. നമ്മുടെ കേരളത്തിൽ ഏകാധിപതിയായ പോലെ ഭരണം നടത്തുകയും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് നേരെ നിയമത്തിൻ്റെ കുരുക്കുകൾ കൊണ്ടുവരികയും ചെയ്ത മുഖ്യമന്ത്രി ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അല്പം ധൈര്യത്തോടെ LLB ഒന്നും പഠിക്കാതെ യൂട്യൂബിലൂടെ നമ്മുടെ സ്വന്തമായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. കാരണം ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് ഭരിക്കാൻ വരുന്നത് എന്നുള്ള വിശ്വാസം. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് കാണാമല്ലോ, ജനാധിപത്യത്തിൻ്റെ കടിച്ചു കീറലുകൾ നമുക്ക് കാണാം. ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന് ചോദിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. വേറെ ഏത് പാർട്ടിയിലാണ് അങ്ങനെ നടക്കുന്നത്? ഒരു പാർട്ടിയിലും ജനാധിപത്യം എന്ന് പറയുന്നതല്ലാതെ ഒരു പാർട്ടിയിലും അങ്ങനെ നടക്കാറുമില്ല. നടക്കുന്നത് തൊട്ട് മറ്റുള്ളവർ പുറത്തു പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമില്ല. മാധ്യമങ്ങളാട്ടെ മറ്റുള്ള ആൾക്കാരാട്ടെ ഒന്നും. കാരണം അവർക്കൊക്കെ അവരുടെ ജനാധിപത്യത്തിൽ ഭയമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ജനാധിപത്യത്തിൽ ഭയമില്ലാത്തത് കൊണ്ടാണ് വീണ്ടും ഞാനും അതിലേക്ക് തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ ധർമ്മം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. പലർക്കും പലതായിട്ട് തോന്നുമെങ്കിലും ഒന്ന് തന്നെ ഉള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ പേരിൽ KC വേണുഗോപാൽ നടത്തുന്ന പ്രഹസനം, അതായത് ഇനിയും പുള്ളി മുഖ്യമന്ത്രി ആയാൽ തന്നെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, ഒരു MP ഇലക്ഷൻ, ഒരു MLA ഇലക്ഷൻ, ആ MLA ഇലക്ഷനിൽ ഇത്രയും തോന്നിവാസം കാണിച്ച പിണറായി വിജയനെ ചെവിക്ക് പിടിച്ച് പുറത്തിറക്കിക്കളയാൻ ജനത്തിന് കരുത്തുണ്ടെങ്കിൽ KCയെ കളയാൻ ജനങ്ങൾക്ക് എത്ര നിമിഷം വേണം? ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത്രയും രാഷ്ട്രീയ പരിചയവും എക്സ്പീരിയൻസും ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പിണറായിയും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? പിണറായിക്ക് പറ്റിയ അബദ്ധം ജനത്തിൻ്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതേ കഥ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസും തുടരുന്നെങ്കിൽ കാത്തിരുന്നോളൂ, 2 ചെവിക്കും പിടിച്ച് പുറത്താക്കും.